മമ്മി പായസം കഴിക്കാൻ കൊതിയാവുന്നു. മക്കൾ നമ്മളോട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ നോക്കിയിരിക്കുക. ആദ്യം നമുക്കിതിന് വേണ്ടത് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്. റോസ്റ്റഡ് സേമിയാണ് അതിന് ആവശ്യം കേട്ടോ. റോസ്റ്റഡ് അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നാടൻ പശുമ്പാലിൽ നിന്നുള്ള നെയ്യാണ് കേട്ടോ. എൻ്റെ കയ്യിലുള്ളത് ബാംബിനോയുടെ ഒരു പ്രീമിയം വെർമിസെല്ലിയാണ്. ഇത് റോസ്റ്റഡ് അല്ല, അതുകൊണ്ട് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് പാൻ ചൂടാക്കി അല്പം നെയ്യ് ഒഴിച്ച് ഈ സേമിയ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നെയ്യിൽ റോസ്റ്റ് ചെയ്യുന്ന സേമിയയുടെ മണം എന്ത് കൊതിപ്പിക്കുന്ന മണാണല്ലേ. അങ്ങനെ റോസ്റ്റ് ചെയ്ത സേമിയ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം കുറച്ച് റവ റോസ്റ്റ് ചെയ്യണം. റവ നമുക്ക് ഈ നെയ്യിൽ തന്നെ റോസ്റ്റ് ചെയ്തെടുക്കാം. റവ റോസ്റ്റ് ആയ ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതേ പാനിൽ തന്നെ നമുക്ക് കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ച് കുറച്ച് കാഷ്യൂ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ഫ്രൈ ചെയ്ത കാഷ്യൂ ഇവിടെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഓരോന്ന് എടുത്തു കഴിക്കാൻ തോന്നാറില്ല. ഞാനും ആ ടീമാണ് കേട്ടോ. ശേഷം ആ പാത്രത്തിൽ തന്നെ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് നമുക്ക് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ക്യാരറ്റ് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തോളൂ കേട്ടോ. കാരണം ഇത് പായസത്തിൻ്റെ ഇടയിൽ കടിക്കാൻ കിട്ടുന്ന ഒരു വകയാണ്. നല്ല രസമാണ് കേട്ടോ. മസ്റ്റ് ട്രൈ ആണ്. അത്യാവശ്യം റോസ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്കിതിൽ കുറച്ച് ഷുഗർ ആഡ് ചെയ്യാം. അത് നമുക്ക് ആവശ്യത്തിനാണ് കേട്ടോ. ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും ഞാൻ പ്രത്യേകിച്ച് മെഷർമെന്റ്സ് ഒന്നും പറയണില്ല. കാരണം നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത്രയും അളവിൽ ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കാം. ഇതിൽ പഞ്ചസാരയൊക്കെ കുറച്ച് മെൽട്ടായിട്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് പാലൊഴിക്കാം. പാല് നന്നായിട്ട് തിളച്ചു വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ച സേമിയയും റവയും ആഡ് ചെയ്യാം. ഈ സേമിയയും റവയും വേവുന്നത് വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. ഇത് വേവുന്ന സമയത്ത് ക്യാരറ്റൊക്കെ ഇങ്ങനെ മേലെ വന്നിട്ട് ഓറഞ്ച് കളറായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് വലുപ്പത്തിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് റോസ്റ്റ് ചെയ്തുകൂടി കഴിഞ്ഞാൽ ഇതിൽ കാണാൻ നല്ല രസമായിരിക്കും. പച്ചക്കറി കഴിക്കാത്ത കുട്ടികൾക്ക് ഒരു ഹെൽത്തി ഓപ്ഷനും കൂടിയായിരിക്കും. നമ്മൾ പായസത്തിന് ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ കാഷ്യൂ കിസ്മിസ് ഒക്കെ ഫ്രൈ ചെയ്ത് വെക്കുമ്പോൾ അളവ് കുറയുന്ന മിക്ക അടുക്കളയും കാഴ്ചയായിരിക്കില്ലേ. സോ നമുക്ക് കുറച്ച് കാഷ്യൂ ആഡ് ചെയ്യാം. കാഷ്യൂ ആഡ് ചെയ്ത ശേഷം കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി ആഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്റെ പണി ഇത്രയല്ലോ കേട്ടോ. നിങ്ങൾക്ക് എന്ത് വെച്ച് വേണമെങ്കിലും ഇത് ഗാർണിഷ് ചെയ്യാം. സാഫ്രോൺ, ബദാം, പിസ്ത, കാഷ്യൂ, മുന്തിരി അങ്ങനെ എന്ത് വെച്ച് വേണമെങ്കിലും നമുക്കിത് ഗാർണിഷ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഒരു കാഷ്യൂ ഒരു ബദാമുമാണ് ഗാർണിഷ് ചെയ്യാൻ എടുത്തിരിക്കുന്നത്. പായസം കൊടുത്തപ്പോൾ സോനുന്റെ എക്സ്പ്രഷൻ കണ്ടില്ലേ. ഒന്നും പറയാതെ തന്നെ എനിക്കെല്ലാം മനസ്സിലായി. ഇതന്നെയല്ലേ നമ്മൾ അമ്മമാർ ആഗ്രഹിക്കുന്നത്.